ഗ്രാഫിക്സിൻ്റെ ഈ ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കിലോട്ടാണ് നാം പോകുന്നത്. ജിംബ്, അതായത് ഇന്ത്യയിൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് പോലും ഗ്രാഫിക്സിലുള്ള ടോപ്പിക്ക് തന്നെയാണ്. എന്നാൽ നമ്മളിതുവരെ പറഞ്ഞത് കളർ മോഡലാണ്. അതുപോലെ അടുത്തൊരു ടോപ്പിക്കാണ് ജിംബിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. എന്താണ് ജിംബ് എന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിൽ ഇമാജ് മാനിപ്പുലേഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇതിൽ പറയുന്ന ഒരൊറ്റ ടോപ്പിക്കാണ് ജിംബ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ജിംബ് എന്നുള്ള ടേം. ഇപ്പോൾ ഈ ഹൈസ്കൂൾ ലെവലിൽ തന്നെ ഈ ജിംബ് പഠിക്കുന്നുണ്ട്. കാരണം സ്കൂളുകളിൽ ഓപ്പൺ സോഴ്സായ ലിനക്സ്, അതായത് ഉബുണ്ടു യൂസ് ചെയ്തതുകൊണ്ട് എല്ലാവരും അതിലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം പരിചയം ഉള്ളതായിരിക്കും. അതിലുള്ള ഒന്ന് തന്നെയാണ് ജിംബ്. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് പോലുള്ള വലിയ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസിൻ്റെ എല്ലാം അപ്ഡേഷനിൽ വരുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. പക്ഷേ ജിംബ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള നമ്മുടെ ലിനക്സിൽ ഇത് യൂസ് ചെയ്യാൻ കാരണം. അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ജിംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാമാണ്. അതായത് GNU പറയുന്നത് നിങ്ങൾക്കറിയാം, ലിനക്സിൻ്റെ നമുക്ക് വിൻഡോസിൽ സ്റ്റാർട്ട് ബട്ടൺ കാണുമായ പോലെ തന്നെ ഈ ഒരു ലിനക്സ് സിസ്റ്റത്തിൽ കാണാൻ ഒരു പെൻഗിൻ്റെ കാൽപാദമാണ്. അത് GNU എന്നാണ് ആ പെൻഗിന് പറയുന്നത്. GNU, അതുകൊണ്ടാണ് ആ ഒരു GNU എന്നുള്ള പേര് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്റ്റാർട്ട് ബട്ടന് പകരം ആ ഒരു പെൻഗിൻ്റെ കാൽപാദമാണ് കാണുക. അവിടെയാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ജിംബാണ്. അപ്പോൾ ജിംബ് യൂസ് ചെയ്യുന്നത് ഇമേജ് എഡിറ്ററായിട്ടാണ്. അപ്പോൾ ജിംബ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് എഡിറ്ററാണ്. ഇമേജ് കട്ട് ചെയ്യുക, രണ്ട് ഇമേജുകൾ പരസ്പരം കൂട്ടിച്ചേർക്കുക, ഇമേജുകൾ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതായത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അങ്ങനെ പലതും നമുക്ക് എന്തൊക്കെ എഡിറ്റിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയി. കാരണം ഒരുപാട് ആപ്പുകൾ എല്ലാ ആപ്പുകളും ഫെമിലിയറാണ്. എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനോ, എല്ലാവരുടെ കയ്യിലുള്ളത് മൊബൈലാണ്. മൊബൈൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ളത് മൊബൈലാണ്. സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ മൊബൈലിൽ കഴിയുന്നത് മൊബൈലിൽ തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ ഇമേജ് എഡിറ്ററിന് ഒരുപാട് ആപ്പ് അവൈലബിൾ ആണ്. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ജിംബിൽ ചെയ്യുന്നത്. ജിംബ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ലാംഗ്വേജ് തന്നെ ഒരുപാട് ലാംഗ്വേജ് ഇതിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല ഫീച്ചേഴ്സും ജിംബിനുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നതാണ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതാണ് അപ്പോൾ ജിംബ് എന്ന് പറയുന്നത് ഫുൾ നെയിം GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ജിംബ് ഈസ് എ ക്രോസ് പ്ലാറ്റ്ഫോം ഇമേജ് എഡിറ്റർ അവൈലബിൾ ഫോർ GNU ലിനക്സ് OS X. അപ്പോൾ ലിനക്സ് OSൽ അവൈലബിൾ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറഞ്ഞത്. വിൻഡോസ് ആൻഡ് മോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇറ്റ് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ. നമുക്ക് ഇവിടെ എന്തൊക്കെ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ. യു ക്യാൻ ചേഞ്ച് ഇറ്റ് സോഴ്സ് കോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് യുവർ ചേഞ്ച്. ഫ്രീ സോഫ്റ്റ്വെയർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും. എന്താണ് അത്? ഫ്രീ ആയിട്ട്, അതായത് പേയബിൾ അല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് സോഴ്സ് കോഡും മറ്റും ചേഞ്ച് വരുത്താൻ, നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ജിംബിലുണ്ട്. ജിംബ് മാനിപ്പുലേഷൻ ഇമേജ് മാനിപ്പുലേഷൻ യൂസിങ് ചെയ്യും. ജിംബ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇമേജ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് മാനിപ്പുലേഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ജിംബിൽ പോയിട്ട് എന്ത് ചെയ്യുക, ജിംബ് ടെക്സ്റ്റ് എഡിറ്ററിൽ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇമേജ് സെലക്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതായത് ജിംബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഉബുണ്ടു ലിനക്സ് OSൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജിംബ് എന്നുള്ള ഓപ്ഷൻ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ജിംബായിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് GNU എന്നുള്ള ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ജിംബ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ജിംബിൽ ക്ലിക്ക് ചെയ്താൽ ജിംബ് എഡിറ്ററാണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഓപ്പണിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇമേജ് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ ഒരു ഇമേജ് വരും. ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫയലിൽ ന്യൂ പോവുക, എന്താണ് ഇമേജിൻ്റെ സൈസ്, ഇമേജിൻ്റെ ടൈപ്പ് കൊടുത്തിട്ട് നമുക്ക് ഇമേജ് എടുത്തിട്ട് സേവ് ചെയ്യാം ഇതിൽ. അപ്പോൾ ഓൾറെഡി ഉള്ള ഇമേജിനെ എഡിറ്റ് ചെയ്തിട്ട് ഇതിന് സേവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഉള്ള ഇമേജ് കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ ഇതിന് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യാനുസരണം ടെക്സ്റ്റ് കൊടുക്കാം. രണ്ട് ഇമേജ് കൂട്ടിച്ചേർക്കണമെങ്കിൽ, കൊളാഷ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഇമേജുകൾ ചെയ്യാൻ പറ്റും എല്ലാം ഇമേജ് എഡിറ്ററിൽ പോസിബിളാണ്. അപ്പോൾ അതാണ് ജിംബ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിളാണ്. ഷോർട്ട് ആൻസറായിട്ടോ അല്ലെങ്കിൽ വൺ വേർഡായിട്ടോ ഒക്കെ ചോദിക്കാറുള്ളൂ. ഓക്കെ, താങ്ക് യു.